ഡൽഹിയിലെ മാളവ്യ നഗർ തീപിടുത്തത്തിൽ നടപടികളുമായി ഡൽഹി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അനധികൃത നിർമ്മാണങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കുകയാണ് ഇപ്പോൾ. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിൽ യോഗവും ചേരുന്നുണ്ട്. ഇതിനിടെ മരിച്ചവരിൽ 13 വിദേശികളും പരിക്കേറ്റവരിൽ 22 പേരും വിദേശികളാണ്. വിദേശകാര്യ മന്ത്രാലയമാണ് കണക്ക് പുറത്തുവിട്ടത്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായി. വിഷ്ണു, ഇപ്പോൾ ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാനുള്ളതുൾപ്പെടെയുള്ള എന്തൊക്കെ ശക്തമായ ഇടപെടൽ ഡൽഹി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്? ഒപ്പം മറ്റ് മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. രതീഷ്, മാൾവ്യ നഗർ, ഗിറ്റോർണി, അതോടൊപ്പം തന്നെ സാകേത് എന്നിവിടങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങളാണ് ഇപ്പോൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ഫയർ എഞ്ചിനുകൾക്ക് ഉൾപ്പെടെ കടന്നു ചെല്ലാൻ സാധിക്കാത്തിടത്ത് ഇത്തരത്തിൽ അനുമതിയില്ലാതെ നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഭാഗങ്ങളുമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. കഴിഞ്ഞ ദിവസം ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ, അതോടൊപ്പം തന്നെ അഗ്നിശമന സേനാ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്ത അല്ലെങ്കിൽ അത് പ്രവർത്തനക്ഷമമല്ലാത്ത മേഖലകൾ കണ്ടെത്തി അതിനെതിരായ നടപടികൾ സ്വീകരിക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴുള്ള ഇത്തരത്തിലുള്ള ഒരു JCB ഉപയോഗിച്ചുകൊണ്ടുള്ള പൊളിച്ചു നീക്കൽ നടപടിയും നടക്കുന്നത്.